നമസ്കാരം. എല്ലാവരും ചോദിച്ചിരുന്നതാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആൻഡ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഇൻ CRPF, BSF തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലും ഹവിൽദാർ ക്ലർക്ക് ഇൻ ആസാം റൈഫിൾസിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. 8/7/2024 വരെ ആയിരുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്. 1000-ലധികം വേക്കൻസി ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്ന ഡേറ്റ്, ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞ് സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞ് ഇതിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. സോ 1000-ലധികം വേക്കൻസി ഉണ്ടായിരുന്നു. ഇതിൽ CISF നിന്നാണ് വന്നിരിക്കുന്നത്. CISF ട്രെയിനിങ് ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. CISF 146 വേക്കൻസി ആയിരുന്നു ASIക്ക് ഉണ്ടായിരുന്നത്. CISF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയിൽ 496 വേക്കൻസിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ CISF നിന്നും ഇതിന്റെ ഒരു ട്രെയിനിങ് ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് നോക്കാം. ഇതിൽ 5ാമത് കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾ ഓഫ് ദെയർ ജോയിനിങ് ഇൻ ട്രെയിനിങ് ആണ്. ASI സ്റ്റെനോ, ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ. ASI സ്റ്റെനോയ്ക്ക് 146 വേക്കൻസിയും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ 496 വേക്കൻസിയുമാണ്. സെപ്റ്റംബർ or ഒക്ടോബർ 2025 ട്രെയിനിങ് സ്റ്റാർട്ട് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. PST, PET, റിട്ടൺ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, DME, RME ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇത് സെലക്ഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇതിന്റെ ടെന്റേറ്റീവ് ട്രെയിനിങ് ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ 2025 ട്രെയിനിങ് സ്റ്റാർട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുന്നേ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ വരുന്ന മാസങ്ങളിൽ തന്നെ നമുക്ക് ഉടനെ ഇതിന്റെ SSC കോൺസ്റ്റബിൾ GD കഴിഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക. ഉടനെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആകുന്നതാണ്. അതിനുശേഷം റിട്ടൺ എക്സാമിനേഷൻ, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, DME, RMEക്ക് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇതിന് നിയമനം നടക്കുന്ന ട്രെയിനിങ് സ്റ്റാർട്ട് ആകുന്നതുമാണ്. സോ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും എല്ലാവരും അറിയിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് വീഡിയോ. വന്ദേ മാതരം.